ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി വീട്ടിലിരുന്ന് ഖുർആൻ ഓതുകയാണ്. ആ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സഹാബിയുടെ വീടിന്റെ മറുഭാഗത്തിരിക്കുന്ന കുതിര, ആ കുതിര വല്ലാതെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. കുതിര ചാടുന്നു, കുതിര വല്ലാതെ വെപ്രാളം കാണിക്കുന്നു. കുതിരായത്തിൽ കിടന്ന് കുതിര വല്ലാതെ വെപ്രാളം കാണിച്ചപ്പോ ആ സഹാബി ഖുർആൻ ഓതൽ നിർത്തിയിട്ട് നോക്കുമ്പോ കുതിര അടങ്ങിക്കിടക്കുകയാണ്. വീണ്ടും വന്നിട്ട് ഖുർആൻ ഓതിയപ്പോ കുതിര വെപ്രാളം കാണിക്കുന്നു, വല്ലാതെ അസ്വസ്ഥത കാണിക്കുന്നു. ആ സഹാബി ഖുർആൻ ഓതുന്നത് നിർത്തി. അപ്പോൾ കുതിര സമാധാനത്തിലായി. പല പ്രാവശ്യം ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ വീടിന്റെ മറുഭാഗത്ത് ഖുർആന്റെ പാരായണം കേട്ട കുതിര വല്ലാതെ അസ്വസ്ഥതയോടെ ബഹളമുണ്ടാക്കിയത്രേ. ആ രാത്രിക്ക് വിരാമം കുറിച്ചുകൊണ്ട് മസ്ജിദിന്റെ പുതിയ സുബഹിയുടെ ബാങ്ക് മുടങ്ങി. മഹാനായ സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ ഇമാമത്തിന്റെ കീഴിൽ സുബഹി നമസ്കാരം നിർവഹിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ്, ഞാൻ ഇന്ന് രാത്രിയിൽ എന്റെ വീട്ടിലിരുന്നിട്ട് ഖുർആൻ ഓതിയപ്പോ മറുഭാഗത്തിരിക്കുന്ന കുതിര വല്ലാതെ അസ്വസ്ഥത കാണിച്ചു നബിയെ. എന്താണെന്നറിയില്ല, ഖുർആൻ ഓതുമ്പോൾ കുതിര അസ്വസ്ഥത കാണിക്കുന്നു, ഖുർആൻ എത്തുമ്പോ കുതിര പെട്ടെന്ന് അസ്വസ്ഥത മാറ്റി നിർത്തുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു മറുപടി എന്റെ സഹോദരിമാരോട് ഓർമ്മിപ്പിച്ചു തരട്ടെയോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സഹാബി എന്താണ് സംഭവിച്ചതെന്നറിയോ? നീ നിന്റെ വീട്ടിലിരുന്നിട്ട് ഖുർആൻ പാരായണം ചെയ്തപ്പോ നിന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ പാതിരാവിന്റെ നിശബ്ദതയിൽ മദീന മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ ഉറക്കമില്ലാതെ നീ പാരായണം ചെയ്ത ഖുർആൻ കേൾക്കാൻ ആകാശലോകത്തുനിന്ന് ലക്ഷക്കണക്കിന് മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് വന്നുവത്രേ. ആ മലക്കുകളെ കണ്ടപ്പോഴാണ് നിന്റെ കുതിര പേടിച്ച് വിരല് പിടിച്ചത്, ആ കുതിര വല്ലാതെ അസ്വസ്ഥത കാണിച്ചത്. നീ പാതിരാ സമയത്തിരുന്ന് വീട്ടിലിരുന്ന് നിന്റെ അള്ളാഹുവിന്റെ കലാമ പാരായണം ചെയ്തപ്പോ മദീനയുടെ ഈത്തപ്പഴ തോട്ടങ്ങൾ പോലും നിശബ്ദമായി കിടന്നുറങ്ങുന്നൊരു രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് നീ ഖുർആൻ ഓതിയപ്പോ അത് ശ്രവിക്കാൻ വന്നതാരെന്നറിയോ? വാനലോകത്തുനിന്ന് അല്ലാഹുവിന്റെ മലായികത്തുകളാണ്. അവരെ കണ്ടിട്ടാണ് നിന്റെ കുതിര അസ്വസ്ഥത കാണിച്ചത്. സഹാബി, എന്തിനാണ് നീ ഖുർആൻ ഓതുന്നത് നിർത്തിയത്? നിർത്താതെ നീ പുലരി വരെ ഖുർആൻ ഓതിയിരുന്നെങ്കിൽ രാവിലെ സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ മദീന മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച മദീനക്കാർക്ക് കാണാമല്ലോ. സഹാബി, എന്തിനാണ് നീ ആ പാരായണം നിർത്തിക്കളഞ്ഞതെന്ന് ചോദിച്ച ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റമളാൻ വരികയാണല്ലോ, ഖുർആന്റെ മാസമാണല്ലോ. റമളാനിന്റെ പൊന്നമ്പളി തിങ്കൽക്കൽ ആത്മീയ ലോകത്തിന്റെ ഔത്കർഷത്തിന്റെ അടയാളമായി രാപ്പകലുകൾ മുഴുവനും ഖുർആൻ പാരായണത്തിന്റെ അദ്കാറുകളുടെ സ്വലാത്തുകളുടെ കഴിഞ്ഞുപോയ കാലങ്ങളുടെ പാപങ്ങൾ മുഴുവനും കരിച്ചു മാപ്പാക്കി കളയാൻ റമളാൻ വരുമ്പോ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിന്നോദണേ. അല്ലാഹുവിന്റെ ഖുർആന്റെ സംഗീതം കേൾക്കാൻ വരുന്നതാരാ? തൊലിവെളുത്ത പെൺകുട്ടികളല്ല, ഗാനമേളയുടെ ചെറുപ്പക്കാരല്ല. നീ ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോ ആകാശലോകത്തും അല്ലാഹുവിന്റെ മലായികത്തുകളാണ് കേൾക്കാൻ വന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായി ആയിഷത്ത് സിദ്ദീഖ എന്ന സ്ഥാപനം നടക്കുന്ന കൊച്ചു വീടിന്റെ മുറ്റത്ത് എത്രയെത്ര മലക്കുകളാണ് വന്നുപോയത്. എത്ര രാത്രിയിലാണ് ആ സ്ഥലം അവര് സന്ദർശിച്ചത്. കുശാൽ നഗറുകാരെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നിങ്ങൾ ഓത്തിരുന്നുവോ? അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ നാട്ടിൽ വന്നെന്ന് അവർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത് കടന്നു പോയെന്ന്. അതുകൊണ്ട് ഖുർആന്റെ സംഗീതം കേൾക്കാൻ, ഖുർആന്റെ സംഗീതം കേൾക്കാൻ ഇവിടേക്ക് വരുന്നത് അല്ലാഹുവിന്റെ മലായികത്തുകളാണ്, അല്ലാഹുവിന്റെ മലക്കുകളാണ്. അല്ലാഹുവേ പടച്ചവനെ, നീ ആ സംഗീതം കേൾക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആൻ എന്ന മാസ്മരികമായ സംഗീതം അതാണ് കാട്ടാളനായ ഉമറിന്റെ ഹൃദയത്തിൽ പതിച്ചത്. അത് പതിച്ചപ്പോഴാണ് ഉമർ ലോകത്തിന്റെ നൽവനവനായി മാറിയത്. അതാണ് വലീദിനെ മാറ്റി ചിന്തിപ്പിച്ചത്. അതാണ് ലോകത്തിന്റെ
ലോകത്തിന്റെ തെമ്മാടികളെ പരിവർത്തനം വർദ്ധിപ്പിച്ചത്. പക്ഷേ നമ്മൾ ആ ഖുർആൻ ഓതുന്നത് പോലെ ഓതാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹജ്ജിന് വേണ്ടി പോകവേ, ഇശാ നിസ്കാരത്തിന് വേണ്ടി, കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് വേണ്ടി പോകവേ ഇശാ നമസ്കാരത്തിന് വേണ്ടി നേരത്തെ പോയി. വലിയ ആഗ്രഹം. വ്യാഴാഴ്ച ദിവസമാണ് ഇമാമത്തിന് വരുന്നത്. അതീവ ശ്രവണ സുന്ദരമായ ഖുർആൻ പാരായണം ചെയ്യുന്ന മഹാനായ അബ്ദുറഹ്മാൻ സുദൈസിയാണ്. സുദൈസിയുടെ ഖുർആൻ കേട്ടാലേ കരയാത്തവരില്ല. അദ്ദേഹം 27 ഹറമിലോട്ടൊരു വരവങ്ങട് വരും. നിസ്കാരത്തിന് ഇമാമത്ത് നിർവഹിക്കും. ലൈലത്തുൽ ഖദറിന്റെ ദുആ നിർവഹിക്കുമ്പോ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പുറകിൽ നിന്ന് പൊട്ടിക്കരയും. മഹാനായ സുദൈസിയുടെ ദുആ കാസറ്റുകളിലൊക്കെ കേൾക്കുന്നത് അതാണ്. മഗ്രിബിനെ ഏറ്റവും മുമ്പിൽ പോയി നിന്നു. സുദൈസിയുടെ തൊട്ടു പുറകിൽ നിന്ന് നിസ്കരിക്കണം. കാത്തിരുന്ന് നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തപ്പോ എല്ലാവരും കൂടി ചവിട്ടി വെളിയിലേക്കാക്കി. 3ാമത്തെ സഫാണ് കിട്ടിയത്. ഇശായ്ക്കെങ്കിലും നിൽക്കണമെന്ന വാശിയോട് അവിടെ തന്നെ ഇരുന്നു. ഇശായ്ക്ക് കിട്ടിയത് 2ാമത്തെ സഫിലാണ്. 1ാമത്തെ സഫിൽ കഴിഞ്ഞില്ല. ഇമാമുനാ സുദൈസി വന്നു. നേരെ നിസ്കാരത്തിലോട്ട് കടന്നു. എന്റെ വലതുഭാഗത്ത് അജാനുബാഹുവായ ചുവന്ന തുടുത്ത ആപ്പിൾ പോലെയുള്ള ഒരു യമനി ബാലനാണ്, ചെറുപ്പക്കാരനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഞാനോത്ത് പടച്ചവനെ, എന്തോ ഒരു വലിപ്പമാണിത്, എന്തോ ഒരു വലിയവനാണിത്. ഞാൻ നോക്കിയാ പോലും എത്താത്ത ഒരു വലിയ അജാനുബാഹു. താളത്തിന്റെ മുമ്പ് ഇമാം എല്ലാവരും ഹറം മുഴുവൻ നിറങ്ങലിച്ചു നിൽക്കവേ 2ാമത്തെ റക്അത്തിൽ ഓതാൻ തുടങ്ങി. ഓതി പരലോകത്തെ വിചാരണയെ കുറിച്ച് പറയുന്ന ആയത്തെ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. നന്മ തിന്മകൾ എഴുതിയ കിതാബ് കയ്യിൽ തരികയാണ്. ആ ഒരു ഭാഗമെത്തിയപ്പോ, അവിടെ എത്തിയപ്പോ നന്മ തിന്മകൾ നൽകിയ കിതാബ് കയ്യിൽ തന്നിട്ട് അല്ലാഹു പറയുമത്ര ഇഖ്റാ കിതാബക്, ഇഖ്റാ വായിക്കടാ, നിന്റെ കിതാബും നീ തന്നെ വായിക്കടാ. നീ ചെയ്ത തമ്മാടിത്തരങ്ങളൊക്കെ എന്റെ മുമ്പിൽ നീ തന്നെ വായിക്കടാ എന്ന് പറയുന്ന ആയത്തെത്തിയപ്പോ സുദൈസിയുടെ കണ്ടമിടറി. അദ്ദേഹത്തിന് ഓതാൻ കഴിഞ്ഞില്ല. മഹിഷറയെ കുറിച്ച് പേടിയായി. സുദൈസി തേങ്ങാൻ തുടങ്ങി, കരച്ചിലടിക്കാൻ തുടങ്ങി. മഹിഷറയോത്തപ്പോ, നന്മത്തിന്മകയിലെ കിതാബ് കയ്യിൽ പിടിക്കുന്നത് ഓർത്തപ്പോ, അള്ളാന്റെ മുമ്പിൽ നിൽക്കുന്നത് ഓർത്തപ്പോ ഹറമിലെ ഇമാമിന്റെ കണ്ടനാളം ഇടറി. ഇതാണ് കാസർഗോഡ് ചെറുപ്പക്കാരാ ഖുർആന്റെ സംഗീതം. ഇനി അദ്ദേഹത്തിന് ഓതാൻ കഴിയുന്നില്ല. കൊച്ചുകുട്ടിയെ പോലെ കൈകെട്ടി ഹറമിന്റെ ഇമാമ് തേങ്ങാൻ തുടങ്ങി. കിതാബ് പിന്നെ പൊട്ടിക്കരച്ചിലാണ്. പുറകിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വാവിട്ട് നിലവിളിക്കുന്നു. അവർ നിസ്കാരത്തിലാണ്. മറുഭാഗത്ത് നിന്ന് അടക്കി പിടിച്ച തേങ്ങലുകൾ, കണ്ണുനീരുകൾ. അന്നാണ് ജീവിതത്തിൽ ഞാൻ നന്നായി മനസ്സറിഞ്ഞ് കരഞ്ഞത്. ഞാൻ നോക്കിയപ്പോ എന്റെ വലതുഭാഗത്ത് ഭാരം കൂടുന്നുവോ, നോക്കിയപ്പോ കരഞ്ഞ് അജാനുബാഹുവായ യമനി ചെറുപ്പക്കാരൻ തളന്നിട്ട് എന്റെ വലത്തെ ചുമലിലേക്ക് അവൻ ചാഞ്ഞു. അടുത്ത ആയത്തോതാൻ കഴിയാതെ ഹറമിന്റെ ഇമാമ് സുദൈസി പാതിപടിയിൽ നിർത്തി. ഹറം മുഴുവനും കണ്ണുനീരിന് കുതിർന്നുപോയി. കുറെ മിനിറ്റുകൾക്ക് ശേഷമാണ് സുദൈസി പിന്നെ ഓതിയത്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ. കഫാ ബിനഫ്സികൽ ലൗമ അലൈക ഹസീബാ, നിന്നെ വിചാരണ ചെയ്യാനെന്ന് നീ തന്നെ മതിയടാ എനിക്ക് സാക്ഷിയായി. അടുത്തായത്ത് അദ്ദേഹം ഓതിയില്ല. നേരെ റുക്കൂയിലേക്ക് പോയി. സഹോദരങ്ങളെ, ഇതാണ് ഖുർആൻ. കാട്ടാളനായ ഉമറിനെ പൊട്ടിക്കരയിപ്പിച്ച ഖുർആൻ, വലീദ് ഇബ്നു റബീയെ മുട്ടുകുത്തിയ ഖുർആൻ. ഈ ഖുർആനാണ് നമ്മുടെ അരമാരയിൽ ഇരിക്കുന്നത്. ഇതൊരു സംഗീതമാണോ? അല്ലേ അല്ല. വമാ ഹുവ ബിഖൗലി ശായിർ, ഇതൊരു സംഗീതജ്ഞന്റെ വാക്കല്ല. ഇത് പാടി പറഞ്ഞു കൊടുത്താൽ സംഗീതജ്ഞനാണോ? അല്ല അല്ല. വമാ അല്ലംനാഹു ശഅർ, ഞാൻ അദ്ദേഹത്തെ ഒരു സംഗീതം പഠിപ്പിച്ചിട്ടുമില്ല. എന്നാൽ കേൾക്കുന്നവടെ മുഴുവൻ പൊട്ടിക്കരയിപ്പിക്കുന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത് ലോകത്തിന്റെ അത്ഭുതമാണ് സഹോദരങ്ങളെ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു
അൻഹു സുബഹി നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുകയാണ്. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, സർവ്വലോകായ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കുന്ന ദിവസം. ഇതോതി തീർന്നപ്പോ പിന്നെ ഇമാമിനെ കണ്ടില്ല. ഇമാമ മിഹ്റാബിലേക്ക് ബോധം കെട്ട് താഴെ വീണുപോയി. ഇതാണ് ഖുർആൻ. ഈ ഖുർആൻ എന്ന് നമ്മൾ പരിചയപ്പെടാത്തത് കൊണ്ടാണ്, ഈ ഖുർആൻ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. ഇമാം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്റെ പൊന്നുമോനാണ്. മദീനത്തെ പള്ളിയിൽ ഇമാമത്ത് നിന്നതാണ് സുബഹിക്ക്. ആയത്തോതിയപ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന പരലോകത്തെ കുറിച്ച് പറയുന്ന ഒറ്റ ആയത്ത്, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം. മഅ്മൂമീങ്ങൾ പിന്നെ ഇമാമിനെ കണ്ടില്ല. ഇമാമ് മദീനത്തെ പള്ളിയുടെ മിഹ്റാബിലേക്ക് ബോധം കെട്ട് താഴെ വീണുപോയി. പൊട്ടിക്കരയിപ്പിച്ച ഖുർആൻ, ഇരുത്തി ചിന്തിപ്പിച്ച ഖുർആൻ. ഈ ഖുർആൻ നമ്മുടെ നാട്ടിൽ നിലനിൽക്കണ്ടേ? ഒരു വലിയ സഹോദരൻ, പേര് പറയേണ്ട, 5 ലക്ഷം രൂപ സദക്ക നൽകിയിട്ടുണ്ട്. റബ്ബേ സ്വീകരിക്കണേ അല്ലാ. പേര് പറയേണ്ട ഉസ്താദേ, ഇത്ര നാളും ഈ സ്ഥാപനത്തെ അല്ലാഹു തനിക്ക് നൽകുന്നത് കൊണ്ട് താങ്ങി നിർത്തിയ ആ സഹോദരൻ 5 ലക്ഷം രൂപ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്നലെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഫോണിലൂടെ. അല്ലാഹുവേ അവരുടെ ബിസിനസ്സിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഇന്നലെ രാത്രി, പേര് പറയണ്ടല്ലോ, ഞാൻ ഇതേപോലെ എന്റെ ഹിഫ്ളുൽ ഖുർആനെ താങ്ങി നിർത്തുന്നൊരു മാന്യദേഹമാണ്. ഗൾഫിൽ വന്നപ്പോ കാണാൻ പോയപ്പോ എന്നോട് പറഞ്ഞ്, നാളെ പോകുന്ന നാട്ടിൽ എന്റെ ഒരു പാർട്ണറുണ്ട്, വിളിച്ചു തരാൻ. വിളിച്ചു തന്നു, പരിചയപ്പെട്ടു, പരിമിതമായ വാക്കിന് പരിചയപ്പെട്ടു. പക്ഷെ അദ്ദേഹം എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ഇപ്പോൾ 5 ലക്ഷം രൂപ ഇവിടെ അല്ലാഹു സദഖ നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ നീ അവരുടെ സ്ഥാപനത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഉത്തരോത്തരം പുരോഗതി നൽകണേ അല്ലാ. പടച്ചവനെ അവരുടെ ഓരോ വരുമാനത്തിന് നീ വർധനവ് നൽകണയല്ല. അവര് 2 പാർട്ട്നേഴ്സാണ്. പക്ഷേ സദക്ക ഖുർആനിനെ സ്നേഹിക്കുന്നവരിൽ അവര് മത്സരിക്കുന്നവരാണ്. ഒരു പാർട്ണർ ഇവിടെ 5 ലക്ഷം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരോടും പറയാൻ പാടില്ല, പേരും പറയാൻ പാടില്ല. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു മാന്യദേഹമാണത്. ഇന്നലെ പരിചയപ്പെട്ടപ്പോ ഇത്രയും കരുതിയില്ല. അദ്ദേഹവും ഭാര്യയും കൂടെ ഒരു ദിവസം എന്റെ കോളേജില് പോകുന്ന വഴി കയറിയിട്ടാണ്. കുട്ടികൾ ഖുർആൻ ഓതുന്നത് കണ്ടപ്പോ എന്റെ അടുത്ത് വന്നിട്ട്, ഉസ്താദേ ഞങ്ങൾ എന്ത് ചെയ്തു തരണോ എന്നോട്. ഞാൻ പറഞ്ഞ ഞങ്ങൾക്കൊരു ചെറിയ ആവശ്യമുണ്ട്, ചെറുതൊന്നുമല്ല. അദ്ദേഹം ഞാനും ഭാര്യയും കൂടെ ചെയ്തു തരും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ നീ അദ്ദേഹത്തിന്റെ മക്കളെ നീ ഒരു നല്ല ഭാവിയിൽ എത്തിക്കണേ അല്ലാ. ഏറ്റവും നല്ല മക്കളാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് അഭിവൃദ്ധി നൽകണേ അല്ലാ. ആ ശരീരത്തിന് അവസാനം വരെ ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ നീ കൊടുത്ത പൊന്നുമക്കളെ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാക്കണേ അല്ലാ. ഭാര്യയോടൊത്ത് സന്തോഷത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് ഖൈറ് നൽകണേ തമ്പുരാനെ. മലപ്പുറം ജില്ലയിൽ പത്രത്തിലൊരു വാർത്ത കണ്ടുപത്രേ. 15 കിലോ കഞ്ചാവുമായി 17 വയസ്സുകാരി അറസ്റ്റ് ചെയ്തു പോലീസ്. വായിച്ചതാണ്. 17 വയസ്സുകാരിയുടെ കയ്യിൽ നിന്ന് 15 കിലോ കഞ്ചാവ് പിടിച്ചത്രേ. കാസർഗോഡ് വന്നപ്പോ മറ്റൊരു വാർത്ത, 17 വയസ്സുകാരി ഹാഫിളത്തായി അത്രേ. ഇതാണ് ലോകം. മക്കള് വഴിതെറ്റുന്ന ലോകം, മക്കള് സ്വർഗം നൽകുന്ന ലോകം. ഇവിടെ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഞങ്ങളുടെ മക്കളിലാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ ഹാഫിളാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ട് നിന്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചത് അതിനു വേണ്ടിയാണ്. ഞങ്ങളുടെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കി തരണേ അല്ലാ. അല്ലാഹു നമ്മളെ ഖുർആന്റെ മുഹബ്ബീങ്ങളാക്കി തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പരമാവധി ഇപ്പൊ 40 പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. 25 പേര് ഇനിയും അഡ്മിഷന് കാത്തു നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ വീടിന്റെ ഉള്ളില് സൗകര്യങ്ങളില്ല. ഇത് പരമാവധി വിശാലമാക്കണം. നിങ്ങൾ ഇപ്പൊ 1 ലക്ഷം തന്നാൽ
നാളെ 10 കുട്ടികളെ ഹാഫിളത്താകുമ്പോ നിങ്ങൾ ചെയ്ത കൃഷിയുടെ ഫലം കൊയ്യുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എത്ര പണം ഉണ്ടെങ്കിലും 20,000 കോടി രൂപ ബാക്കി വെച്ചിട്ടാണ് ജയലളിത വഫാത്തായത്. എത്ര കോടി? ഒന്ന് പറയും നിങ്ങള്. 20,000 കോടി ബാക്കി വെച്ചിട്ടാണ് ജയലളിത മണ്ണിന്റെ അടിയിലേക്ക് പോയത്. ആ 20,000 കോടിയുടെ പേരിൽ ഇപ്പൊ 3 കൊലപാതകം കഴിഞ്ഞു. ആ 20,000 കോടിയുടെ അവകാശി ആരെന്നറിയാൻ? ഇപ്പൊ 3 കൊലപാതകം കഴിഞ്ഞു. എന്റെ പൊന്നു സഹോദരങ്ങളെ, പക്ഷേ നിങ്ങളൊന്ന് പോകണം. നമ്മുടെ വീട് ഏറ്റവും വലിയ വീടാണ്, നമുക്കൊരു വാഹനമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനം അതും കൂടി ഉണ്ടാവും. നല്ല വീടുണ്ടാവട്ടെ, നല്ല വാഹനം ഉണ്ടാകട്ടെ, നല്ല സൗകര്യം ഉണ്ടാവട്ടെ. അതോടൊപ്പം അതിനുവേണ്ടി ചെലവഴിച്ചതിന് 100-ലൊരംശം എന്റെ മഹല്ലിൽ, എന്റെ നാട്ടിൽ എന്റെ പെൺമക്കളെ പഠിപ്പിക്കാൻ, എന്റെ ആമക്കളെ പഠിപ്പിക്കാൻ നമ്മളൊരംശം അതിനു വേണ്ടി ചെലവഴിക്കണം. അതൊരിക്കലും കുറഞ്ഞു പോവില്ല. അള്ളാഹു അതിന് 100 വടികൾ അള്ളാഹു തുറന്നു തരും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 40 പേര് ഇപ്പൊ പഠിക്കുന്നുണ്ട്, 25 പേര് അഡ്മിഷന് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ സ്ഥലം വളരെ കുറവാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കുകയും. 4ാമത്തെ ആളാരായിരുന്നു? 1 ലക്ഷം പറയാ. 1 ലക്ഷം ചോദിച്ച ഒരു സഹോദരൻ 5 ലക്ഷം പറഞ്ഞു. അൽഹംദുലില്ലാ. 4ാമത്തെ ആൾ ഖുലഫാഉർ റാഷിദീങ്ങൾ 4 പേരാണ്. 4ാമത്തെ ആൾ 1 ലക്ഷം രൂപയാണ് 4ാമതൊരാൾ കൊണ്ട് വാഗ്ദാനം ചെയ്യും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വേറൊരു സഹോദരി ഒരു സ്വർണ്ണവള നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ സഹോദരിയുടെ പ്രിയപ്പെട്ട മക്കള് നീ ഏറ്റവും നല്ല മക്കളാക്കി കൊടുക്കണേ അല്ലാ. ഹാഫിളത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ ആ ഉമ്മാക്ക് കൺകുളിർമയേകുന്ന, ഉമ്മാന്റെ കൈപിടിച്ച് സ്വർഗത്തിലെത്തുന്ന മക്കളാക്കണേ അല്ലാ. ഈ സ്വർണ്ണവളക്ക് പകരം യുഹല്ലൗന ഫീഹാ മിൻ അസാബിറ മിൻ ദഹബിൻ വലുലുആ വലിബാസുഹും ഫീഹാ ഹരീർ. നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണപ്പെട്ടു വസ്ത്രം, സ്വർണ്ണവളകൾ നീ അണിയിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഈ 2 വളകള് നട്ടമാവില്ല പെങ്ങളെ. ഇതുപോലെ എത്ര വളകൾ സ്വർഗത്തിൽ തിളങ്ങാൻ തരി. നിങ്ങൾ ഈ ഹിഫ്ളുൽ ഖുർആനിന് വേണ്ടി, ഇത് പെൺമക്കൾക്കുള്ള സ്ഥാപനമാണ്. ജീവിതത്തിൽ റബ്ബിനോട് അഭിമാനത്തോടെ പറയാം, റബ്ബേ എന്റെ കയ്യിൽ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും എന്റെ കയ്യിലുള്ളത് നിന്റെ ദീനിന് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പേര് പറയാത്ത ഒരു സഹോദരി ഒരു സ്വർണ്ണമോതിരം റബ്ബേ എല്ലാവിധ ഐശ്വര്യവും നൽകണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അവരുടെ പൊന്നുമക്കള് നീ നല്ല രീതിയിൽ വളർത്തി കൊടുക്കണേ തമ്പുരാനെ. ആരാ പറയാ 1 ലക്ഷം രൂപ? 4ാമത്തെ ആൾ ഖുലഫാഉർ റാഷിദീങ്ങൾ 4 പേരാണ്. പെട്ടെന്ന് വിളിക്കുക, സമയം തീരാൻ പോണേ. ഞാൻ 2-3 വാദം കൂടെ പറഞ്ഞിട്ട് വേണം തിരിയാൻ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും പങ്കാകണം. ആരും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കരുത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ നാട്ടിൽ ഖുർആന്റെ അലയൊലികൾ ഒഴുകണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണുള്ളത്. ഞാൻ ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഖുർആൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു മാസ്മരികതയാണ്. അതിന്റെ ആഴങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്നാൽ നമ്മളെ വല്ലാതെ വിസ്മയിപ്പിക്കും. അത്രയേറെ വലിയ നന്മകളുടെ പ്രഘോഷണമാണ് ഖുർആൻ. പക്ഷേ നമ്മളെല്ലാവരും ആശങ്കപ്പെടുന്നതിനപ്പുറം നമ്മുടെ നാട്ടിൽ ഒരു ഖുർആനിക വിപ്ലവം ഉണ്ടായിരുന്നു. ആ വിപ്ലവത്തിലൂടെ ഒരു തലമുറയെ മാറ്റാൻ കഴിയും. വേറെ ഒന്നിനും എനിക്ക് കഴിയില്ല. നമ്മുടെ വീട്, നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന ആത്മീയ കലാലയങ്ങളും ആത്മീയ പഠനങ്ങളുമാണ് നമ്മുടെ സമൂഹത്തിന്റെ മാറ്റത്തിന്റെ ആധാരശില. അല്ല നമ്മളെല്ലാവരും വഴിതെറ്റിപ്പോയി. അവിടെ കഞ്ചാവ് 15 കിലോ കഞ്ചാവുമായിട്ടാണ് 17 വയസ്സുകാരെ അറസ്റ്റ് ചെയ്തത്. ഞാനിന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ച് അറസ്റ്റ് SI ആയി. അപ്പൊ പറയാൻ ആ പെണ്ണിനെയും ആ പെണ്ണിന്റെ അനിയനെയും വാപ്പയാണ് സാധനം കൊടുത്ത് വിൽക്കാൻ പറയുന്നത്. നല്ല കുട്ടി, നല്ല സൗന്ദര്യമുള്ള കുട്ടി, നല്ല സാമർത്ഥ്യം കുട്ടി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ ഇടയിൽ നാം ചെയ്യേണ്ടത്,
നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ. ലഹരി മാഫിയ പിടിമുറുക്കുന്നു, മദ്യപാന മാഫിയ പിടിമുറുക്കുന്നു, അശ്ലീലതകൾ ശ്രീലങ്ങളായി കണക്കാക്കപ്പെടുന്നു, സോഷ്യൽ മീഡിയകൾ നമ്മുടെ ഇടയിൽ വല്ലാതെ നമ്മുടെ കുട്ടികളെ തളർത്തുന്നു. ഇവരൊക്കെ മാറ്റമുണ്ടാകണമെങ്കിൽ നമ്മളൊരു ഖുർആനിന്റെ സംസ്കാരത്തിലേക്ക് മാറണം. നമ്മുടെ നാട്ടിൽ ഖുർആൻ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ടെങ്കിൽ നമ്മുടെ യുവാക്കളെ നമുക്ക് അങ്ങോട്ടാക്കാം. ഹിഫ്ദ് മാത്രമല്ല, വൈകുന്നേരം അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന, അവർക്ക് ഖുർആനിന്റെ ശീലുകൾ പറഞ്ഞു കൊടുക്കുന്ന, അവർക്ക് ഖുർആനിന്റെ വിജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഖുർആനിക സമുച്ചയം ഉണ്ടായാൽ പെൺകുട്ടികൾക്ക് മാത്രമല്ല, അവിടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഖുർആൻ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം, നമ്മുടെ പുതിയ തലമുറക്ക് ഉണ്ടാകണം, നമ്മുടെ സ്ത്രീകൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അപ്പോഴാണ് നമ്മുടെ നാടുകൾ നന്നാവുക. കാരണം ലോകത്തിൽ ആരും നന്നാവില്ല എന്ന് പറഞ്ഞ ഉമറിനെ നന്നാക്കിയത് ഈ ഖുർആനാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മരിച്ച മാതാപിതാക്കളുടെ പേരിൽ 1 ലക്ഷം രൂപ PA റഹ്മാൻ ഹാജി, DMIC സെക്രട്ടറി, ദാറുൽ മആരിഫ് ഇസ്ലാമിക് സെന്റർ, അതാണ് DMIC യുടെ അതിന്റെ സെക്രട്ടറി PA റഹ്മാൻ ഹാജി. ഇതാണ് സെക്രട്ടറി. സെക്രട്ടറി ആദ്യം കൊടുത്തു, ഇനി ട്രഷറർ, ഖജാൻജി, ബാക്കി എല്ലാവരും കൊടുത്തു. പ്രസിഡന്റ്, മെമ്പർമാര്, രക്ഷാധികാരികള്, അങ്ങനെ വേണം കൊടുക്കാൻ. അപ്പൊ പിന്നെ നാട്ടുകാരും അൽഹംദുലില്ലാഹ് സഹായിക്കും. ഈ 4 വർഷം ഇതിനെ താങ്ങി നിർത്തിയത് ഇവര് തന്നെയാണ്. DMIC യുടെ പ്രവർത്തകർ തന്നെയാണ് ഇതിനെ 4 വർഷം. പക്ഷേ ഇതൊരു സ്ഥിരമായ ഒരു കെട്ടിടമാണ്. അൽഹംദുലില്ലാഹ് അതിനുവേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഒരു സ്ഥിരമായ ഒരു ഒന്നിൽ പങ്കാളികളാവുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 1 ലക്ഷം സെക്രട്ടറിയാണ് എന്ന് PA റഹ്മാൻ ഹാജി, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു കാര്യവും കൂടെ പറഞ്ഞ് 11 മണി എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ഗുണം കൂടുതൽ എടുക്കാം. ഞാൻ മെട്രോ ഹാജി, എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു അഭ്യർത്ഥന തള്ളിക്കളയാൻ പോലെ, അദ്ദേഹം വെള്ളിക്കോത്തും കൂടെ ഇരിക്കുമ്പോഴാണ് വിളിച്ചത് അല്ലെ. എന്നോട് പറഞ്ഞു, ഉസ്താദെ നേരത്തെ ഒഴിവാക്കി തരാം, 7:30 മണിക്ക് തുടങ്ങുന്ന പറഞ്ഞു. പക്ഷെ ചില സാങ്കേതിക തടസ്സങ്ങൾ, ഇവിടെ അടുത്തെവിടെയോ ദുആ സമ്മേളനമൊക്കെ ഉണ്ടാവും, മക്കാമിൽ ദുആ ഉള്ളത് കൊണ്ടാണ് താമസിച്ചു പോയത്. പരിഭവങ്ങളൊന്നുമില്ല. എന്നാൽ ഇൻഷാ അല്ലാഹ് പരമാവധി ഞാൻ നിങ്ങളോട് സഹകരിക്കാൻ. നിങ്ങൾക്കറിയാം, ഇവിടുന്ന് തിരുവനന്തപുരം വരെ ഓടി എത്തണമെങ്കിൽ എന്ത് പാട്ട് പാടേണ്ടി വരും. അതാ മുനീർ സാഹിബ് ഒരു എക്സ്പ്രസ് ഹൈവേ ഉണ്ടാന്ന് വിചാരിച്ചപ്പോ അതൊട്ട് നടന്നില്ല. അത് വന്നിരുന്നെങ്കിൽ വാതിനെങ്കിലും നേരത്തെ എത്താൻ, അതെല്ലാം കൂടെ മുടക്കി അതും പോയി ഹലാക്ക്. നമ്മുടെ നാട് അങ്ങനെയാണ്. നല്ലതിനൊന്ന് സ്വീകരിക്കും, പരമാവധി മുടക്കാൻ നമ്മൾ നോക്കും. നമ്മൾ വലിയ പുരോഗമനവാദികളാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഖബറിലേക്ക് ഏറ്റവും നല്ല ഒരു ഡെപ്പോസിറ്റ് ആണ് ഖുർആൻ. അള്ളാഹു റഹ്മാൻ ഹാജിയുടെ സദഖ സ്വീകരിക്കട്ടെ. വാപ്പ മരിച്ച വാപ്പാക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് ആരാ? മരിച്ച മാതാപിതാക്കളുടെ മേലാണ് റഹ്മാൻ ഹാജി എന്നത്. വളർത്തി വലുതാക്കി ഇതുവരെ എത്തി വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനം ഏതാ? നമ്മുടെ സമ്മാനം വാപ്പാനെ കൊണ്ട് കബറടക്കിയിട്ട് നല്ല രാജസ്ഥാൻ മാർബിളിലും ഗ്രാനൈറ്റിലും കൊത്തിവെച്ച വാപ്പാടെ ഒരു മീസാങ്കല്ല്, അത് നല്ല മനോഹരമായൊരു മീസാങ്കല്ല് കൊണ്ടുപോയി വെക്കുക. ഇപ്പൊ മീസാങ്കല്ലില് പുതിയ പരീക്ഷണം വരികയാണ്. അത്ര LED ബൾബ് വെക്കാൻ പറ്റുമോ നോക്കാൻ ആളുകൾ. മീസാങ്കല്ലില് പാതിരാത്രി ആണെങ്കിലും വാപ്പാടെ അക്ഷരമൊക്കെ തെളിഞ്ഞാണെങ്കിലും ഇപ്പൊ മീസാങ്കല്ലിൽ LED വെക്കാൻ പറ്റുമെന്ന് ചൈനയിൽ പോയി നോക്കണം. അതൊന്നും അല്ല സഹോദരങ്ങളെ. യഥാർത്ഥത്തിൽ വാപ്പാക്കുമ്മാക്കും മരിച്ചാലും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലത്, നമുക്ക് ഒരു യാസീൻ ഓതാൻ ചിലപ്പോ സമയം കിട്ടൂല, പക്ഷെ ഈ ഹാഫിദ് ഇങ്ങനെ നിരന്തരമായി ഓതുമ്പോ വാപ്പായുമായി സന്തോഷിക്കും, ഉറപ്പാണ്. അള്ളാഹു ആ രീതിയിൽ അതിനെ കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗീയ ദറജകൾ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ആ മകൻ ചെയ്ത സദഖ ഓത്ത ഖബറിൽ നിന്ന് സന്തോഷിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ, പെടുത്തണേ അല്ലാ. എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി എല്ലാവരും കഴിയുന്നത് പോലെ 50,000, 25,000 എത്രയാണോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാവരും ഒരുമിച്ച് പറയുന്ന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഖുർആൻ ഇവിടെ ഉണ്ടായേ പറ്റൂ. കാരണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും
പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ആ പരിവർത്തനത്തിന്റെ ഏറ്റവും വലിയ പ്രചോദനവും ഖുർആനാണ്. ഞാൻ ഈ 1.5 മണിക്കൂർ കൊണ്ട് വളരെ വിശാലമായൊരു വിഷയത്തെ ചുരുക്കി പറഞ്ഞു. ബഹുമാനപ്പെട്ട MK ഹബീബ് കോട്ടപ്പുറം 10,000 രൂപ ഓൺലൈൻ വഴി എന്റെ സുഹൃത്താണ്, കുവൈറ്റിലൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഹബീബ് നമ്മുടെ സ്ഥാപനങ്ങളുമായി ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ സദഖകളെ നീ കബൂലാക്കണേ അല്ലാഹ്. അറിയുമല്ലോ സഹോദരങ്ങളെ, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ മദീനയിലെ ചന്തയിലൂടെ നടന്നു പോകവേ അബൂ ലുഅ്ലുഅത്തുൽ മജൂസി കണ്ടുപോയി ഉമർ റളിയല്ലാഹു അൻഹുവിനെ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ ലുഅ്ലുഅ, നീ ഒരു വലിയ പ്രസിദ്ധമായ ആസകല്ല് ഉണ്ടാക്കിയെന്ന് പറയുന്നത് കേട്ടല്ലോ. ആസകല്ല് നിർമ്മാണക്കാരനാണ് അബൂ ലുഅ്ലുഅ. ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഒരു ആസകല്ല് നീ ഉണ്ടാക്കിയെന്ന് ദീപ് പറയുന്നത് കേട്ടല്ലോ. അബൂ ലുഅ്ലുഅ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, അത്ര അതേ ഉമറേ, അതിനേക്കാൾ പ്രസിദ്ധമായ ആസകല്ല് നിനക്ക് വേണ്ടി ഞാൻ നിർമ്മിച്ചു തരുന്നുണ്ട്. ഈ യതകല്ലമു ബിഹൽ മശ്രിഖു വൽ മഗ്രിബു, ആസകല്ലിനെ കുറിച്ച് കിഴക്കും പടിഞ്ഞാറും സംസാരിക്കും അബൂ ലുഅ്ലുഅ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് പറഞ്ഞു, അത്രേ ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, എന്നെ കൊല്ലുമെന്ന് ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിനെ വധഭീഷണി നിലനിന്നിരുന്നു. അതോടൊപ്പം തന്നെയാണ് മരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിന് സഹാബത്തിനോട് പറഞ്ഞത്, സഹാബാ, ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു കോഴി വന്നെന്റെ ശരീരത്തിൽ 3 പ്രാവശ്യം കൊത്തുകയാണ്. ഒന്ന് കഴുത്തിനതാണ്, മറ്റൊന്ന് പൊക്കളിന്റെ മുകളില്, ഒന്ന് അടിവയറിന്റെതാണ്. ഒരു കോഴി എന്നെ തുടർച്ചയായി 3 പ്രാവശ്യം കൊത്തുന്നു സഹാബാ. എന്റെ മരണം അടുത്തു സഹാബാ. സഹോദരങ്ങളെ, ഇതിന്റെ പിറ്റേ ദിവസമാണ് ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് നിസ്കാരത്തിന് വന്നത്. കാത്തിരുന്ന നേരത്തെ ആസകല്ല് നിർമ്മാണക്കാരനായ അബൂ ലുഅ്ലുഅ ഇരുതര മൂർച്ചയുള്ള കത്തിയുമായി ചാടി വീണത്. ആ കത്തിയിൽ വിഷം പുരട്ടിയിട്ടുണ്ടായിരുന്നു. കുത്തിന്റെ ആഴം കൊണ്ട് മുറിഞ്ഞില്ലെങ്കിൽ രക്തത്തിലൂടെ വിഷം വന്ന് മരിച്ചു വീഴാൻ ഇരുതര മൂർച്ചയുള്ള കത്തിയുമായി ചാടി വീണു. നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ കൈകെട്ടിയ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിന്റെ തൊട്ടുതാഴെ ആഞ്ഞുകുത്തി അബൂ ലുഅ്ലുഅ പിച്ചാത്തി പിടി കുത്തിയിറക്കി വലിച്ചൂരിയിട്ടും മറുഭാഗം കൊണ്ട് പൊക്കളിന്റെ മുകളിൽ കുത്തി. അവിടെ നിന്ന് കുടൽമാല വെളിയിൽ ചാടി. അവിടെ നിന്ന് വലിച്ചൂരിയിട്ട് മറുഭാഗം കൊണ്ട് അടിവയറിലും ആഞ്ഞുകുത്തി. 3 കുത്തുകളേറ്റ് രക്തം തടം തല്ലിയാ തൊടുമാല വെളിയിലോട്ട് ചാടി. ഉമർ റളിയല്ലാഹു തആല മിഹ്റാബിലേക്ക് തടന്നു വീണു. വീഴുമ്പോൾ സൂറത്തുൽ അഹ്സാബിന്റെ ഒരായത്തോട് വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ, വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ. അല്ലാഹു തീരുമാനിച്ചാൽ പിന്നെ നടപ്പാകുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാകുമല്ലോ. ഈ ആയത്ത് ഓതിയിട്ടാണ് ഉമർ റളിയല്ലാഹു തആല മറിഞ്ഞു വീണത്. നിസ്കാരം പൂർത്തിയാക്കണ്ടേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല കയറി നിന്നു. 2-ാമത്തെ റക്അത്തിൽ നിസ്കാരം പൂർത്തിയാക്കി. അപ്പോൾ ഷഹീദുൽ മിഹ്റാബ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് താഴെ വീണ് കിടക്കുകയാണ്. ചാടിയ ആളുകളെല്ലാവരും എടുത്തു വെക്കുമ്പോ താഴെ കിടക്കുന്ന പിടിമണ്ണെടുത്ത് കയ്യിൽ വെച്ചിട്ട്, അല്ലാഹുവേ, ഈ അലൈതനി കുന്തു ഹാദിഹി തിബ്നാ, ഞാൻ ഇതുപോലെ ഒരു മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ.
ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരു വട്ടം ചെറുപ്പക്കാരുടെ തുടക്കത്തിൽ നിന്ന് ആയിഷത്തു സിദ്ദീഖ ഹിഫ്ളുൽ ഖുർആൻ ഈ ഒരു വളർച്ചയുടെ വികാസം പ്രാപിച്ചു നിൽക്കുമ്പോ ഈ നാട്ടിലെ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ ഇറങ്ങണോ, ഇവിടുത്തെ പെണ്ണിനെ മുഅ്മിനത്താക്കണോ. ഉമർ എന്ന് പറയുന്ന കാട്ടാളന്റെ ഹൃദയത്തിലേക്ക് അടിഞ്ഞിറങ്ങിയ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ പാഴാവില്ല സഹോദരങ്ങളെ. ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിന് വെളിച്ചമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ആരാവണം? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ഖാദിമീങ്ങളാവണം, വിശുദ്ധ ഖുർആന്റെ മുഹിബ്ബീങ്ങളാവണം. ഈ ഖുർആൻ ആയിഷത്തു സിദ്ദീഖ എന്ന ഹിഫ്ളുൽ ഖുർആനെ നിങ്ങൾ ഏറ്റെടുക്കണം. അതിന്റെ പ്രതിഫലം എന്താണ്? അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ചിലപ്പോൾ നമ്മുടെ മക്കള് നാളെ നമുക്ക് വേണ്ടി ദുആ ചെയ്തേക്കാം, ചെയ്യാതിരിക്കാം. പക്ഷെ ഇവര് ദുആ ചെയ്യാൻ മറക്കില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് പ്രഭാഷണം കഴിഞ്ഞ്, ന്യൂ ഇയർ പ്രഭാഷണം കഴിഞ്ഞു. 31-ാം തീയതി നേരെ പട്ടാമ്പിയിലാണ്, ദീർഘയാത്രയാണ്. അതിനുവേണ്ടി ഞാൻ ശംഖുമുഖം പ്രഭാഷണം കഴിഞ്ഞ് നേരെ ഒറ്റപ്പാലത്ത് കോളേജിലേക്ക് വന്നു. കാറിൽ കിടന്ന് നല്ല ഉറക്കമാണ്, ഉറക്കം കാറിലാണ്. കോളേജിന്റെ മുറ്റത്തെത്തിയപ്പോ ഡ്രൈവർ വന്ന് തട്ടി എഴുന്നേൽപ്പിച്ചു. ചാടി എഴുന്നേക്കും അല്ലാഹുവേ, പരിസരത്ത് കേൾക്കുന്നത് ഖുർആനിന്റെ പാരായണവും ലൈറ്റുകളൊക്കെ തെളിഞ്ഞു നിൽക്കുകയാണ്. അമ്പരപ്പോടെ ചാടി എഴുന്നേക്കുമ്പോ കാണുന്നത് ഒറ്റപ്പാലത്ത് ഈ വിനീതന്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന 13 വയസ്സ് തികയാത്ത കുഞ്ഞുമക്കൾ അവരെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആയിലാണ്. നോക്കുമ്പോ അവര് തഹജ്ജുദ് നിസ്കാരത്തിലിരുന്ന് ഖുർആൻ ഓതുകയാണ്. നിസ്കാരം കഴിഞ്ഞ പാടെ ഞാൻ മെല്ലെ എഴുന്നേറ്റിട്ട് ആ തൂണിന്റെ പുറകുഭാഗത്ത് പോയി നിന്നു. എന്നെ കണ്ടാൽ കുഞ്ഞുങ്ങൾ ഓടി വരും, മുസാഫഹത്ത് ചെയ്യാൻ അവരെ തടസ്സപ്പെടുത്തണ്ട. ആ ഫില്ലറിന്റെ പുറകിൽ പോയി ഉറക്കച്ചടവിൽ ഇങ്ങനെ നിൽക്കുമ്പോ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അവര് ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, നാട് മുഴുവൻ ഓടി നടന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന ഞങ്ങളുടെ ബാക്കവി ഉസ്താദിനെ കാത്തോളണേ അല്ലാഹുവേ. അദ്ദേഹത്തിന്റെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദന്മാരെ കാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ സഹകരിക്കുന്നവരെ നീ സ്വീകരിക്കണേ അല്ലാ. രോമകൂപങ്ങൾ എഴുന്നേറ്റു നിന്നു സഹോദരങ്ങളെ. ഞാൻ ഓത്ത് പടച്ചവനെ വാച്ചിൽ നോക്കുമ്പോ 4:30 മണി. എന്റെ ഭാര്യയും മക്കളും എന്റെ വീട്ടില്, കൊല്ലത്തെ വീട്ടിൽ ഉറക്കത്തിലാണ്. ആ സമയത്തും ഞാൻ വളർത്തിക്കൊണ്ടുവരുന്ന എന്റെ പൊന്നുമക്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ടൊക്കെയാണ് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തുന്നത്. ആയിഷത്തു സിദ്ദീഖയിലെ കുട്ടികൾ തഹജ്ജുദിന് എഴുന്നേക്കട്ടെ, അവര് നമുക്ക് വേണ്ടി ദുആ ചെയ്യട്ടെ. ആ ദുആയിലുപ്പങ്ങളെ നമ്മളും പെടട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ ഒരു വലിയ ആവശ്യവുമായിട്ട് ഈ ബക്കറ്റുമായി സംഘാടകർ നിങ്ങളുടെ മുമ്പിൽ വരും. എല്ലാവരും ഒരു നല്ല സദക്ക നൽകണം ഇൻഷാ അല്ലാഹ്. അവസാനം കാര്യമായി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ബക്കറ്റുമായിട്ട് സംഘാടകർ വരും. അതേപോലെ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി സ്ഥാപനത്തിന് വേണ്ടി ഒരു 50,000 എത്രയാണോ നിങ്ങളെ കൊണ്ട് കഴിയണത് ഇൻഷാ അല്ലാഹ് എന്ന് പറയും. 50,000 ഉസ്താദ് എനിക്ക് 1,00,000 കഴിയില്ല, 50,000 അല്ല 25,000 ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുത്തേക്കാരാ. സന്തോഷത്തോടെ പറയാം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ. നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ സദസ്സിൽ ഒന്ന് നെയ്യത്ത് വെച്ച്, ഞാൻ കഴിഞ്ഞ ആഴ്ച വേങ്ങര വാതിന് പോകുമ്പോ ഒരു കുടുംബം വന്നു. 17 വർഷമായിട്ട് മക്കളില്ല. എന്റെ തലേ വർഷം ഞാൻ അവിടെ വാതിന്, തലേന്റെ തലേ വർഷം 2 വർഷം വാതിന് പോയപ്പോ ഞാൻ പറഞ്ഞു, മനസ്സിൽ എന്താണ് വലിയ ആഗ്രഹം, അത് മനസ്സിൽ വെച്ചിട്ട് സദക്ക പറയാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ് 17 വർഷം അല്ലാഹു സന്താനങ്ങളെ കൊടുത്തു. നിങ്ങളെല്ലാവരും ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. മനസ്സിലൊരു നിയ്യത്ത് വെച്ച് മക്കൾ ഉണ്ടാവാൻ, മാരകമായ രോഗം മാറാൻ,
നമ്മുടെ മക്കൾക്ക് ബുദ്ധിശക്തി കിട്ടാൻ, സ്ഥലങ്ങൾ വിറ്റുപോകാൻ, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒരു സദഖ അവസാന സമയം ഈ സമയത്ത് ഖുർആനിന് വേണ്ടി അല്ലാഹു പാഴാക്കില്ല, ഉറപ്പാണ്. അബ്ദുറഹ്മാൻ കുവൈറ്റ് 25,000 രൂപ, കുവൈറ്റിലുള്ള സഹോദരനാണ്. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ, അനുഗ്രഹിക്കണേ അല്ലാഹുവേ. അദ്ദേഹം ഇത് പറയുമ്പോ മനസ്സിലേത് മുറാദാണോ നീ ഹാസിലാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാനെ. മക്കളെ നീ ശോഭനമായ ഭാവിയിലെത്തിക്കണേ അല്ലാഹുവേ. പടച്ചവനെ തമ്പുരാനെ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖല ഏതാണോ അതിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ അവസാനം വരെ കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്.